ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ല എല്ലാവരും പറയാറ്, അതുകൊണ്ട് ഞാനും പറയാം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ യൂട്യൂബ് നമുക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്, സിൽവർ പ്ലേ ബട്ടൺ. അത് നമുക്കിന്ന് അൺബോക്സിങ് വീഡിയോ ആണ്. പിന്നെ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെ ചിലക്കാം. സോ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വാണ്ട് ടു സേ ഇസ് ദാറ്റ് ഇത് നമ്മുടെ വിജയമാണ്, എൻ്റെത് മാത്രമൊന്നുമല്ല. നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. So before unboxing that silver play button, എനിക്കൊരു കാര്യം പറയാനുണ്ട്. So recently I came across a reel on Instagram, and this one person in that reel was mentioning this one thing that I couldn't agree with. അപ്പം I think that person, I don't know what his name was or anything, അതിനകത്ത് ഒരു സെലിബ്രിറ്റി അക്കൗണ്ട് ഓർ ഇങ്ങനെ വലിയ വലിയ ഇൻഫ്ലുവൻസർ അക്കൗണ്ട്സ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സും ഇങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പം ഹീ വാസ് മെൻഷനിങ് ഇൻ ദാറ്റ് റീൽ ലൈക്ക് ഇപ്പോൾ കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ അവർക്ക് ഈസിലി ഒരു 100K 200K ഒക്കെ എത്തുന്നുണ്ട്. ഹീ സെഡ് ദാറ്റ് 100K is the new thousands. And me personally, when I heard that, I can never agree with that. കാരണം എന്താണ്, ഒരു ചെറിയൊരു കാരണം പറഞ്ഞുതരാം. എനിക്ക് 100K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത് വെറും ഒരു നമ്പറായിട്ട് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഫോർ മീ ദാറ്റ് ഈസ് റിയലി ലൈക്ക് 100,000 ഹ്യൂമൻ ബീങ്സ്. ഐ എം എ സൈക്കോളജി സ്റ്റുഡൻറ്റ്. ഐ സ്റ്റഡി സൈക്കോളജി, ദാറ്റ്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ്. അപ്പം 4 വർഷമായി ഇപ്പം ഞാൻ ബാച്ചിലേഴ്സാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫൈനൽ ഇയറിലാണ്. അപ്പോൾ ഈ സൈക്കോളജി പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓൾവേസ് അസോസിയേറ്റ് ആൻഡ് റിലേറ്റ് എവറിത്തിങ് വിത്ത് സൈക്കോളജി. എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഹൗ ഐ മേക്ക് സെൻസ് ഓഫ് ദ വേൾഡ് റൈറ്റ് നൗ. അപ്പം വെൻ ഐ തിങ്ക് അബൌട്ട് 100K സബ്സ്ക്രൈബേഴ്സ്, ഞാനിങ്ങനെ ചിന്തിക്കുന്നത് വെച്ചാൽ ദറ്റ്സ് ലൈക്ക് 100,000 ഹ്യൂമൻ ബീങ്സ്, 100,000 മൈൻഡ്സ് ആണത്, 100,000 ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണത്, റൈറ്റ്? അപ്പം ഐ കനോട്ട് അഗ്രി വിത്ത് ദ ഫാക്ട് ലൈക്ക് വാട്ട് ദറ്റ് പേഴ്സൺ സെഡ് ദറ്റ് 100K ഇസ് ദ ന്യൂ 1000. നോ, നോട്ട് ഫോർ മീ. 1000 ആയിട്ട് ഒരിക്കലും എനിക്കത് കാണാൻ പറ്റില്ല. 100,000 ആൾക്കാർ തന്നെയാണത്. സോ ഐ ലൈക്ക് വെരി ഹാപ്പി റൈറ്റ് നൗ. എനിക്ക് സത്യം പറയാമല്ലോ, ഈ ഒരു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാനിത് വളരെ റാൻഡമായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. എനിക്കൊരു 10K ഫോളോവേഴ്സ് പോലും എനിക്ക് ഉണ്ടാവുമെന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നുമല്ലേ തുടങ്ങിയത്. ഭയങ്കര റാൻഡമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. സോ അതിന് ഇത്രയും ഒരു 100K എത്താന്ന് വെച്ചാൽ ഫോർ മീ ദറ്റ്സ് ലൈക്ക് എ വാവ് മൊമെൻറ്റ്. എനിക്കത് ഭയങ്കര കാര്യമാണ്. എനിക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത് തന്ന എല്ലാവർക്കും ലൈക്ക് താങ്ക് യു സോ മച്ച്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ലൈക്ക് ഈച്ച് ആൻഡ് എവറി വൺ ഹിയർ, everyone who ever watched my video, ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. എപ്പോഴെങ്കിലും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. ബിക്കോസ് ഐ റിയലി ലവ് ടു കണക്ട് വിത്ത് പീപ്പിൾ. സംസാരിക്കാനും ആൾക്കാരോട് ഇങ്ങനെ വളവളം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ എപ്പോഴെങ്കിലും നമുക്കെല്ലാം ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ബി ലൈക്ക് സോ ഹാപ്പി. സോ വിത്തൗട്ട് എനി ഫർദർ നമുക്ക് ഇത് തുറക്കാം. ആകാശോ, ഞാൻ ആകാശേട്ടനെ ചേട്ട് വാ പൊളിക്കാം. പൊളിക്കാൻ കത്രിക എടുക്കണ്ടേ? തുറക്കാനാ? നമുക്ക് ഈ അൺബോക്സിങ് ചെയ്തിട്ട് ശീലല്ലോ. നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ ഇതൊരു ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സബ്സ്ക്രൈബറിന് എൻ്റെ അടുത്തൊരു വീഡിയോ ഉണ്ട്. ഫസ്റ്റ് വൺ സബ്സ്ക്രൈബർ ഉള്ള ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ സബ്സ്ക്രൈബറിനെ കാണാമല്ലോ. പക്ഷെ ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് 1 സബ്സ്ക്രൈബർ. ഇതൊരു എന്താ ഇതിന് പറയാം, ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ. അല്ലേ അതായിരുന്നു fans may have found your fans may have found you while searching YouTube, learned about you, so keep creating, keep building. ഇതെന്താ സൂപ്പർ ഡ്രൈ? ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വെയിറ്റ് ഉണ്ടാവുമെന്ന്. നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് പുറത്തെടുക്കാം. കാണുന്നുണ്ടോ എല്ലാവർക്കും? ഇനി ഇത് എവിടെ തൂക്കാന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. എവിടെ തൂക്കും? നെഞ്ചത്ത്.
വീടിൻ്റെ പുറത്ത് തൂക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഉണ്ടാകുമ്പം അതിൻ്റെ ഒരു ബോർഡും ഫിക്സ് ചെയ്യണം, ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഗൈസ്. ഇവിടെയാണ് നമ്മളെ പോകുന്നത് ഡിന്നർ ഡേറ്റ്. എപ്പോഴും ഇങ്ങനെ വേറെ ജനറേഷൻ, ഞാൻ ജെൻ സിയ അല്ലേ? ആകാശനോ മില്ലേനിയൽ. ശരിക്കും ഞാൻ ഇന്നൊരു നര കണ്ടുപിടിച്ച എന്റെ മുടിയിൽ, കാണുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഒരു നര. അപ്പൊ നമുക്ക് ഡിന്നർ ഡേറ്റിന് പോവാം. നല്ല വൃത്തികെട്ട ഷർട്ട്. ഇപ്പൊ നമ്മള് ഗേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിച്ചൺ പ്ലസ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. സോ ഇതൊരു പറയുന്നത് എങ്ങനത്തെ സ്ഥലം? ഇത് കോർപ്പറേറ്റ് സെറ്റപ്പ് ആണോ ഇത്? ഇതെന്താ ഇവിടെ ഉണ്ടാവും? ഇവിടെ അത്ര ഡ്രസ്ഡ് ഒന്നുമില്ല. ഇവിടെ ഉള്ള ബാക്കി എല്ലാവരും കുറച്ച് ഡ്രസ്ഡ് ആണെന്ന് തോന്നുന്നു. യൂഷ്വലി നമ്മൾ വരുമ്പം അത്യാവശ്യം ഫുഡിന് വെൻ വി ഗോ ഔട്ട് നമ്മൾ നല്ലോണം ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് വരല്. പക്ഷെ ഇന്ന് ഭയങ്കര കാഷ്വൽ ആയിട്ട് വരാനാണ് തോന്നിയത്. ദാറ്റ്സ് വൈ വി ജസ്റ്റ് ലൈക്ക് ഡിഡ്ന്റ് ഡ്രസ് അപ്പ് ആൻഡ് ഡു എനിത്തിങ്. അപ്പോൾ ഇവിടെ നല്ല ഫുഡാണ്. ഐ റിയലി ലൈക്ക് ദെയർ സ്റ്റേക്ക്, റിയലി ഗുഡ്, അമേസിങ് സ്റ്റേക്ക്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ബട്ട് വെരി ഗുഡ്. വിശന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും തിന്നിട്ടില്ല. ഞാൻ വായു മാത്രമേ ഞാൻ ഭക്ഷിച്ചിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ട്. അപ്പൊ നമ്മള് ഒരു ഇതാണല്ലോ, ആര് വന്നാലും ആദ്യം കുടിക്കാൻ പാടില്ല. ഞാൻ ഫോട്ടോ എടുത്തിട്ട് മാത്രം എല്ലാരും കുടിക്കാൻ പാടില്ല. ഇതൊന്ന് പൊളിച്ചാ ഞാൻ കുടിക്കും. കാരണം നീ ബ്ലോഗർ ആകുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കൂടെ കുടിക്കും. എന്താ ഞാൻ എന്തായിരുന്നു ഓർഡർ ചെയ്ത? റാസ്ബെറി സ്പാർക്ലിംഗ് റാസ്ബെറി ലെമണീഡ് ആണ് ഞാൻ വാങ്ങിച്ചത്. അതായത് നാരങ്ങാവെള്ളത്തിൽ കുറച്ച് റാസ്ബെറി സിറപ്പ് ഇങ്ങനെ കലക്കി തരുന്നതാണ് ഈ സാധനം. ഞാനും പറയാൻ പറ്റില്ലല്ലോ. ആകാശം വിസ്കി സാറാന്ന് വാങ്ങിച്ചത് അല്ലേ? പീച്ച് വിസ്കി സാർ. നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. തത്തമ്മ ഉണ്ടോലോ. അത് തിരിച്ചു പിടിയാ കാണും, മനസ്സിലാവില്ല. കുറച്ച് ഞാൻ കുടിച്ചോണ്ട് ഷേപ്പ് മാറിപ്പോയി, പക്ഷെ ഏകദേശം മനസ്സിലാകുന്നില്ല. തത്തമ്മനെ പോലെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് ആ പീഞ്ഞോ. മതി. യൂസു കാലമാരി. സോസിന് മുക്കിയപ്പോ ഇവിടെ മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ബട്ട് വി ഹവ് നെവർ ഓർഡർഡ് എനി സ്റ്റാർട്ടേഴ്സ് ഫ്രം ഹിയർ ആൻഡ് വി ഓർഡർഡ് ദിസ് കാലമാരി ഡിഷ്. ആൻഡ് ഒരു വികാരമില്ലാത്തൊരു സാധനമായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് നോട്ട് അറ്റ് ഓൾ അപ് ടു ദ മാർക്ക്. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് തകർത്ത് കളഞ്ഞു. പിന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റേക്ക് വന്നത്. ഐ ഓർഡർഡ് ഫോർ എ കേജൻ ബ്ലാക്ക് ആൻഡ് സ്റ്റേക്ക് ആൻഡ് ആകാശ് പ്രദീപ് ഓർഡർഡ് ഫോർ എ ട്രഫിൾ ബട്ടേർഡ് സ്റ്റേക്ക്. ഞാൻ മീഡിയം കുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേക്കാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര റെയർ ആയിട്ടുള്ള സ്റ്റേക്ക് തിന്നാനേ പറ്റില്ല. ബട്ട് സ്റ്റേക്ക് വാസ് റിയലി ഗുഡ്. പിന്നെ അതിൻ്റെ കൂടെ ആസ്പെറഗസ് ഉണ്ടായിരുന്നു ആൻഡ് ഓൾസോ മാഷ്ഡ് പൊട്ടേറ്റോസ്. ഇങ്ങനെ ഇടയ്ക്ക് ഡേറ്റിനൊക്കെ പോകുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് കാനഡയിൽ വന്ന് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് കുട്ടി ഡേറ്റിനൊക്കെ പോകുന്ന ഒരു സന്തോഷമാണ്. ഇപ്പം ഡിന്നറെല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഇനി നമുക്ക് പോയി ഉറങ്ങാം. നാളെ രാവിലെ ജോലിക്ക് പോകണം. Okay, good night. Tata. Once again, thank you so much everyone for watching my vlogs. I really appreciate it. Bye bye.